കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എലിവേഷൻ കറക്ഷൻ, ടെമ്പറേച്ചർ കറക്ഷൻ, ഗ്രേഡിയൻ കറക്ഷനൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതിൽ വരുന്നത് അതിനൊരു ചെക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ICAO ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി മോർ ദാൻ 35% ഓഫ് ബേസിക് റൺവേ ലെങ്ത്ത്. ആ ഒരു ചെക്കും കൂടി ചെയ്തിട്ട് നമ്മളത് കറക്റ്റാണ്. ഒരിക്കലും രണ്ട് കറക്ഷനും ചെയ്തത്, എലിവേഷൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും കറക്ഷൻ ചെയ്തത് ഒരിക്കലും 35%-നേക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം, നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ ആക്ച്വൽ ലെങ്ത് ഓഫ് റൺവേ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഫസ്റ്റ് വൺ പറയുന്നത് എയർപോർട്ട് എലിവേഷൻ റെഡ്യൂസ് ലെവൽ 100, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ 28 ഡിഗ്രി, ബേസിക് ലെങ്ത് ഓഫ് റൺവേ എന്ന് പറയുന്നത് 600 മീറ്റർ, ഹയസ്റ്റ് പോയിന്റ് അലോങ് ദി ലെങ്ത് എന്ന് പറയുന്നത് റെഡ്യൂസ് ലെവൽ 98.2, ദെൻ ലോവസ്റ്റ് പോയിന്റ് അലോങ് ദി ലെങ്ത് എന്ന് പറയുന്നത് റെഡ്യൂസ് ലെവൽ 95.2. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ ലെങ്ത് ഓഫ് റൺവേ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കറക്ഷൻ എന്തായിരുന്നു? കറക്ഷൻ ഫോർ എലിവേഷൻ. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് എന്താ? എയർപോർട്ട് എലിവേഷൻ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? റെഡ്യൂസ് ലെവൽ 100 അതാണ് തന്നെ, അത് എഴുതി. ദെൻ ബേസിക് ലെങ്ത് ഓഫ് റൺവേ എത്ര തന്നേക്കണേ? 600 മീറ്റർ ഉണ്ട്. ദെൻ കറക്ഷൻ ഫോർ എലിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ റൺവേ ലെങ്ത്ത് LR ഇൻറ്റു 7/100 ഇൻറ്റു x/300 എന്നല്ലേ? LR എന്ന് പറയുന്നത് 600 മീറ്റർ ഇൻറ്റു 7/100 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എയർപോർട്ടിൻ്റെ എലിവേഷൻ. അത് റെഡ്യൂസ് ലെവൽ 100 തന്നിട്ട് 100 കൊടുത്തു, ഡിവൈഡ് ബൈ 300 ഈക്വൽ ടു 14 മീറ്റർ എന്ന് കിട്ടി. ദെൻ ലെങ്ത് ഓഫ് റൺവേ ആഫ്റ്റർ ദി കറക്ഷൻ ഫോർ എലിവേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി തന്നിരിക്കുന്ന ബേസിക് റൺവേ ലെങ്ത്ത് 600 ആണ്. പിന്നെ നമുക്ക് കറക്റ്റഡ് കിട്ടിയത് 14 ആണ്. സോ 600 + 14 ഈസ് ഈക്വൽ ടു 614 മീറ്റർ. ഇതാണ് ഇപ്പോൾ കറക്റ്റഡ് റൺവേ ലെങ്ത് ആയിട്ട് മാറിയിരിക്കുന്നത്. ദെൻ അടുത്ത കറക്ഷൻ എന്ന് പറയുന്നത് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെ കൊടുത്തിരിക്കുന്ന ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TR. ഞാൻ പറഞ്ഞു ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? 28 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ദെൻ ലെങ്ത് ഓഫ് റൺവേ നമുക്ക് കറക്ഷൻ ചെയ്തതിന് ശേഷം, എലിവേഷൻ്റെ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലെങ്ത് ഓഫ് റൺവേ എന്ന് പറയുന്നത് 614 മീറ്റർ ആണ്. സോ ആദ്യം നമുക്ക് TR കിട്ടി. ദെൻ STE കാൽക്കുലേറ്റ് ചെയ്യാം. STE എന്ന് പറയുന്നത് എന്തായിരുന്നു? ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ. അത് നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. 15 മൈനസ് 0.0065 ഇൻറ്റു എലിവേഷൻ. എലിവേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എയർപോർട്ട് എലിവേഷൻ റെഡ്യൂസിൽ 100 തന്നിട്ടുണ്ട്. 100 കൊടുത്തിട്ട് നമ്മൾക്ക് എത്ര കിട്ടി? 14.35 ഡിഗ്രി സെൽഷ്യസിന് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ കിട്ടി. ദെൻ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ TR കിട്ടി. രണ്ട് വാല്യൂം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? 614 അതെന്തായിരുന്നു? നമ്മുടെ കറക്റ്റഡ് റൺവേ ലെങ്ത് ആയിരുന്നു. ഇൻറ്റു 1/100 STE മൈനസ് TR ആയിരുന്നു അല്ലേ? അപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 14.35 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നിന്ന് നമുക്ക് 83.81 കിട്ടും. അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 84 മീറ്റർ എന്ന് കിട്ടും. ദെൻ കറക്റ്റഡ് റൺവേ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കറക്റ്റ് ചെയ്ത് എവിടെ വരെ എത്തി? 614 വരെ എത്തി. 614 പ്ലസ് ഈ പറഞ്ഞ കറക്റ്റ് റീഡിങ് 84 കൂടി കൂട്ടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 698 മീറ്റർ കിട്ടും. ദെൻ അപ്പോൾ അത്രയും കഴിഞ്ഞു. അപ്പോൾ കറക്ഷൻ ഫോർ എലിവേഷൻ കഴിഞ്ഞു, കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കഴിഞ്ഞു. ഇനി അടുത്തത് കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ്. കറക്ഷൻ ഫോർ ഗ്രേഡിയൻറ്റ് നമുക്ക് ഇനി അടുത്ത് തന്ന ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിന്റ് അലോങ് ദി ലെങ്ത് എന്ന് പറയുന്നത് 98.2, ലോവസ്റ്റ് പോയിന്റ് അലോങ് ദി ലെങ്ത് എന്ന് പറയുന്നത് 95.2 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് പിന്നെയുള്ളത് കറക്റ്റ് റൺവേ ലെങ്ത് എവിടെ വരെ എത്തി? എലിവേഷനും ടെമ്പറേച്ചറും കഴിഞ്ഞിട്ട് കിട്ടിയാണ് വാല്യൂ 698 ആണ്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫസ്റ്റത്തെ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് 600 മീറ്ററുമാണ്. ദെൻ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് ആണ്. അതെന്തായിരുന്നു? രണ്ട് ഹയസ്റ്റ് ആൻഡ് മൈനസ് ലോവസ്റ്റ് ഡിവൈഡ് ബൈ ബേസിക് റൺവേ ലെങ്ത് ആയിരുന്നു. ഹയസ്റ്റ് 98.2 മൈനസ് ലോവസ്റ്റ് 95.2 ഡിവൈഡ് ബൈ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് 600 ഇൻറ്റു 100% ആണ് നമുക്ക് വേണ്ടത്. 0.5% കിട്ടി. ദെൻ നമുക്ക് ഗ്രേഡിയൻ കറക്ഷൻ ചെയ്യാം. ഗ്രേഡിയൻ കറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? LR ഇൻറ്റു 20/100 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് എന്നാണ്. ഇക്വേഷൻ നോക്കാം. അപ്പോൾ 698 ആണ് നമ്മുടെ കറക്റ്റ് ഇതുവരെ കിട്ടിയിരിക്കുന്ന ലെങ്ത്ത് ഇൻറ്റു 20/100 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ്
എഫക്റ്റീവ് ഗ്രേഡിയൻ്റ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ കാരണം അതങ്ങോട്ട് എടുത്ത് ഡയറക്റ്റ്ലി എഴുതാം 0.5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 69.8 കിട്ടും. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 70 മീറ്റർ ആക്കും. ദെൻ നമ്മുടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? എവിടെ വരെ കറക്റ്റ് ചെയ്ത് വന്നു? 698 + 70 768 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വൽ ലെങ്ത്. ഇനി നമ്മൾ പറഞ്ഞു ചെക്ക് ഉണ്ടെന്ന്. ചെക്ക് എന്തായിരുന്നു? ടോട്ടൽ കറക്ഷൻ ഫോർ എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ 35% മേലെ ആവാൻ പാടില്ല. അപ്പോൾ ടോട്ടൽ കറക്ഷൻ എലിവേഷൻ എന്ന് പറയുന്നത് എത്ര നോക്കാം. കറക്ഷൻ എലിവേഷൻ്റെ എത്ര നമുക്ക് കിട്ടുന്നത്? 14ഉം കറക്ഷൻ ഫോർ ടെമ്പറേച്ചറിൻ്റെ എത്ര കിട്ടുന്നത്? 84ഉമാണ്. അപ്പോൾ ആ 14 + 84 എന്ന് പറയുന്നത് 98 മീറ്റർ ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് എന്ന് പറയുന്നത് 98 നമ്മുടെ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത് 600 ആണ്. അപ്പോൾ 600 × 100 16.33. അപ്പോൾ അത് എന്താണ്? ഷുഡ് നോട്ട് ബി മോർ ദാൻ 35 ആണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന കറക്ഷൻ ഓക്കെ ആണ്.